തവണ ഗണേഷ് കുമാർ മന്ത്രിയായി, എത്ര തവണ വേറെ പോസ്റ്റുകൾ പേറി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പറയപ്പെടുന്ന 25 വർഷക്കാലവും ഈ പറയപ്പെടുന്ന കോവൂർ കുഞ്ഞുമോന് MLA മാത്രമായിരിക്കാൻ മാത്രമാണ് വിധി ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമാണ്. കോവൂർ കുഞ്ഞുമോനെതിരെ അവിടെ മത്സരിക്കുന്നത് RSPയിൽ നിന്ന് ഉല്ലാസ് കോവൂരാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. മാധ്യമപ്രവർത്തകരായിരുന്ന, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായ, കഴിഞ്ഞ വർഷങ്ങളിൽ പതിറ്റാണ്ടുകളിൽ കോവൂർ കുഞ്ഞുമോനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കോവൂരുകാരൻ തന്നെയായ കുന്നത്തൂരിന്റെ പ്രിയപ്പെട്ട കലാകാരനായ ഈ പറയപ്പെടുന്ന ഉല്ലാസ് കോവൂർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് കുന്നത്തൂരിന്റെ പ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച ഒരു കോൺഗ്രസ്സുകാരനെ പോലെ തന്നെ മുന്നണിയിലെ ഒരാളായ RSPക്കാരനായ ഉല്ലാസ് കോവൂർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരായ നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഞാൻ ഈ മാവേലിക്കര മണ്ഡലത്തിൽ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകും. എവിടെ പോയാലും ഉല്ലാസ് കോവൂരിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും മോനേടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുന്ന ഉല്ലാസ് കോവൂരിന് 100% ഇത്തവണ സാധ്യതയുണ്ട്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഒരു റിസൾട്ട് കാണിക്കുന്നത് അങ്ങനെയാണ്. കോവൂർ കുഞ്ഞുമോൻ മത്സരിച്ചാലും കോവൂർ കുഞ്ഞുമോന് പകരം ആ സീറ്റ് CPM ഏറ്റെടുത്ത് സോമപ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ സീനിയർ നേതാക്കന്മാർ അവിടെ മത്സരിക്കാൻ വന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കൊപ്പം നിന്ന ഈ പറയപ്പെടുന്ന ഉല്ലാസ് കോവൂരിനെ കുന്നത്തൂരിന്റെ ജനത മറക്കില്ല. സീറ്റ് നമ്പർ 4 കൊല്ലത്ത്. പിന്നെ നമ്മൾ